ഈ വാർത്താപകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചുങ്കപ്രഹരത്തിന് മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും കർഷകർക്കാണ് മുൻഗണനയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പകരം തീരുവ ഏർപ്പെടുത്താൻ ഇന്ത്യ ആലോചിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. തീരുവ വിഷയം ഉന്നയിച്ച് പാർലമെന്റിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. അമേരിക്കയുടെ തീരുവ ബോംബിനെ നേരിടാൻ രാജ്യത്തിനു മുന്നിൽ ബദൽ വഴികളുണ്ടെന്ന് ഉറപ്പിക്കുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. രാജ്യത്തിന്റെ താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്കില്ല. അതിന് വലിയ വില നൽകേണ്ടി വന്നാലും തയ്യാറെന്ന് മോദി. വ്യക്തിഗത रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी, लेकिन मैं इसके लिए तैयार हूं. मेरे देश के किसानों के लिए, मेरे देश के मछुआरों के लिए, मेरे देश के पशुपालकों के लिए आज भारत तैयार है. രാജ്യത്തെ കർഷകർക്കാണ് മുൻഗണനയെന്നും പ്രധാനമന്ത്രി. ഡൽഹിയിൽ ഡോക്ടർ എം.എസ്. സ്വാമിനാഥനുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. മോദിയും ട്രംപും തമ്മിലുള്ള സൗഹൃദം ചൂണ്ടിക്കാട്ടി തീരുവയിൽ പ്രധാനമന്ത്രിക്കെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. ഇതിനിടെയാണ് പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. ഈ മാസം പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുമെന്ന വാർത്ത ഇതിനിടെ പുറത്തുവന്നതും ഇന്ത്യൻ സമീപനത്തിന് ഉദാഹരണമാണ്. അതേസമയം തീരുവ വിഷയത്തിൽ പ്രതിപക്ഷം പാർലമെന്റിൽ പ്രതിഷേധിച്ചു. അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചതോടെ ലോക്സഭാ നടപടികൾ തടസ്സപ്പെട്ടു. सड़क परिवहन मंत्रालय हमारे दीपेंद्र हुडा जी प्रश्न लगाते हैं लेकिन प्रश्न नहीं पूछे. തീരുവയിൽ ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയതോടെ ഇന്ത്യ-US വ്യാപാര കരാറിന്റെ ഭാവിയും അനിശ്ചിതത്തിലായി. കാർഷിക മേഖലയിൽ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വഴങ്ങിയാൽ രാഷ്ട്രീയമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. വിനീത വിജി, ഡൽഹി. അമേരിക്കൻ തീരുവ രാജ്യത്ത് കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കില്ല എന്നാണ് പൊതുവായ വിലയിരുത്തൽ. അത്യപൂർവമായി മാത്രം ലഭിക്കുന്ന അവസരം ചുവടുവയ്പ്പിനായി കാണണമെന്നാണ് നീതി ആയോഗ് മുൻ CEO അമിതാഭ് കാന്തിന്റെ പ്രതികരണം. തീരുവ വരുന്നതോടെ ബദൽ വിപണികൾ കണ്ടെത്തി നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. റഷ്യൻ വിപണിയിൽ നിന്ന് ഊർജ്ജം വാങ്ങുന്നതിന്റെ പേരിൽ 25% പകരം തീരുവയ്ക്ക് പുറമെ അമേരിക്ക ചുമത്തിയ പിഴ തീരുവ ഹ്രസ്വകാല നഷ്ടം മാത്രമായിരിക്കും ഉണ്ടാക്കുകയെന്ന് വിദഗ്ധർ പറയുന്നു. രാജ്യത്ത് സാമ്പത്തിക പരിഷ്കരണത്തിനായി വലിയ ചുവടുവയ്പ് നടത്താനുള്ള അവസരമാണ് ട്രംപ് നൽകിയിരിക്കുന്നതെന്നും അത് കൃത്യമായി ഉപയോഗിക്കണമെന്നുമാണ് നീതി ആയോഗ് മുൻ CEO അമിതാഭ് കാന്തിന്റെ എക്സ് പോസ്റ്റ് പറയുന്നത്. പ്രധാന കയറ്റുമതികളായ തുകൽ, രാസവസ്തുക്കൾ, പാദരക്ഷകൾ, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, രത്നങ്ങൾ, ഔഷധങ്ങൾ എന്നിവയാണ് ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി ഉൽപ്പന്നങ്ങൾ. $11 ബില്യൺ മൂല്യം വരുന്ന ഇന്ത്യൻ വസ്ത്ര കയറ്റുമതി മേഖലയിൽ തീരുവ താൽക്കാലിക പ്രത്യാഘാതം മാത്രമായിരിക്കും ഉണ്ടാക്കുകയെന്ന് കിറ്റെക്സ് MD സാബു ജേക്കബ് പറഞ്ഞു. UK-യുമായുള്ള കരാർ തീരുവയില്ലാത്ത കയറ്റുമതി സാധ്യമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് UK-യിലേക്കുള്ള എക്സ്പോർട്ടിന് 0% ഡ്യൂട്ടിയിലാണ് ഇപ്പോഴത്തെ ട്രേഡ് അഗ്രിമെൻറ്റ് വന്നിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു ഭാഗം UK-യിലേക്ക് മാറാനായിട്ടുള്ള സാഹചര്യമുണ്ട്. യൂറോപ്യൻ യൂണിയനുമായിട്ട് നെഗോസിയേഷൻ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും ഇതുപോലെ തന്നെ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വരാനായിട്ടുള്ള സാഹചര്യം വരുന്ന മാസങ്ങളുണ്ട്. ഇതിനിടെ വരുന്ന 4 വർഷത്തിൽ ഔഷധങ്ങൾക്ക് 250% വരെ തീരുവ ഉണ്ടാകാമെന്ന സൂചനയും ട്രംപ് നൽകിയിരുന്നു. മറ്റുള്ള രാജ്യങ്ങളും റഷ്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ഇന്ത്യയെ മാത്രം ഒറ്റപ്പെടുത്തുന്നുവെന്ന മാധ്യമപ്രവർത്തകയുടെ ചോദ്യത്തിന് വരുന്ന 8 മണിക്കൂറിൽ മറ്റു രാജ്യങ്ങൾക്ക് 2ാം ഘട്ട ഉപരോധങ്ങൾ വന്നേക്കും, കാത്തിരിക്കുക എന്നതായിരുന്നു ട്രംപിന്റെ മറുപടി. മുൻപ് അഭിമുഖീകരിച്ചിട്ടില്ലാത്ത സാഹചര്യമായതിനാൽ കാത്തിരുന്ന് മാറ്റങ്ങൾ വിലയിരുത്തുക എന്നതാവും അഭികാമ്യം. ബിസിനസ് ഡെസ്ക് 24. അതേസമയം അമേരിക്കയ്ക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകണമെന്ന് ഡോക്ടർ ശശി തരൂർ MP. പകരം തീരുവ ചുമത്തണം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ തുടരണമെന്നും തരൂർ പ്രതികരിച്ചു. ये सब मैं अगर सोचूं तो इसमें कुछ दूसरा इशारा है, दूसरा कोई संदेश मिल रहे हैं वॉशिंगटन से, जिसके बारे में हमारी सरकार को समझ के जवाब देना चाहिए. अगर ऐसे वो लोग करेंगे हम भी अमेरिकन एक्सपोर्ट्स पे 50% की टैरिफ हमारे तरफ से भी लगाना चाहिए. അശ്ലീല ചിത്രത്തിലൂടെ പണം സമ്പാദിച്ചെന്ന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട നടി ശ്വേത മേനോൻ ഹൈക്കോടതിയിൽ. തെളിവില്ലാത്തതും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളിലെ അന്വേഷണ നടപടികൾ സ്റ്റേ ചെയ്യണം എന്നാണ് ആവശ്യം. ചലച്ചിത്ര സംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉയർന്ന പരാതിക്കും കേസിനും പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണവും ശക്തമാണ്. ഈ മാസം 15-നാണ് അമ്മ ഭാരവാഹി തിരഞ്ഞെടുപ്പ്.
തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ശ്വേതാ മേനോനെതിരെയുള്ള പരാതിയും കേസിലും ഗൂഢലക്ഷ്യമുണ്ടെന്നാണ് ആരോപണം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ശ്വേതാ മേനോൻ ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് റദ്ദാക്കണമെന്നും അന്വേഷണ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നുമാണ് ആവശ്യം. ഗൂഢാലോചനയിൽ അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയരുന്നു. ഫിലിം പോളിസിയിൽ ഇത്തരത്തിൽ വന്നിട്ട് ഒരു അഭിനേതാവിനെ കരിവേരി തേക്കാനായിട്ട് വരുന്ന ഇത്തരം ആൾക്കാർക്കെതിരെ എന്ത് നടപടിയെടുക്കും എന്നുള്ളത് ഈ ഫിലിം പോളിസിയിൽ ശരിക്കും വരേണ്ടതാണത്. അതാണ് എൻ്റെ വിഷയം. പരാതിക്ക് പിന്നിൽ സംഘടനയിലെ ആരുമില്ലെന്ന് ശ്വേതാ മേനോന്റെ എതിർ സ്ഥാനാർത്ഥി ദേവൻ. പരാതി വിഡ്ഢിത്തവും ദുരുദ്ദേശപരമെന്നും ദേവൻ 24നോട്. തെരഞ്ഞെടുപ്പിന്റെ നടുവിൽ നിൽക്കുന്ന വളരെ ചൂടേറിയ ഒരു വാശിയേറിയ ഒരു മത്സരമാണിത്, മനസ്സിലായില്ലേ? ആ സമയത്ത് ഇതേപോലത്തെ ഒരു നോൺസെൻസ് ഒരു ബുൾഷിറ്റ് ആയിട്ടുള്ള സംഗതി കൊണ്ടുവരുന്ന അർത്ഥം വെച്ചാൽ അമ്മയെ രസിക്കുക. ആരോപണങ്ങളിൽ പരിശോധന നടത്തുമെന്നാണ് പോലീസ് വിശദീകരണം. അപ്പോൾ നമ്മൾ 67A ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടും 3 and 5 ഓഫ് ITP ആക്ടിലാണ് നമ്മൾ കേസ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് എലിഗേഷൻസ് എല്ലാം നമ്മൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കും. അശ്ലീല സിനിമകളിലൂടെ പണം സമ്പാദിച്ചെന്ന പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് ശ്വേതാ മേനോനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. പൊതുപ്രവർത്തകൻ മാർട്ടിൻ മേനാച്ചേരിയാണ് പരാതിക്കാരൻ. 24 കൊച്ചി. സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ തെരഞ്ഞെടുപ്പിൽ വിവാദം തുടരുന്നു. നിർമ്മാതാവ് സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളിയതിന് പിന്നാലെ പിന്തുണയുമായി ഉമാ തോമസ് MLA രംഗത്തെത്തി. സംഘടനാ ഭാരവാഹി തെരഞ്ഞെടുപ്പിലെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഇന്ന് രൂപമാകും. പ്രസിഡന്റ്, ട്രഷറർ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പാലിക്കാതെയാണ് പത്രിക സമർപ്പിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വരണാധികാരി സാന്ദ്രയുടെ പത്രിക തള്ളിയത്. സംഘടനാ ഓഫീസിലെ നാടകരംഗങ്ങൾക്ക് പിന്നാലെ സാന്ദ്ര തോമസ് സമർപ്പിച്ച ഹർജി എറണാകുളം സബ് കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. വരണാധികാരി നിഷ്പക്ഷമായി പെരുമാറിയെന്ന് ആരോപിച്ചാണ് സാന്ദ്ര തോമസ് ഹർജി നൽകിയത്. ഇതിനിടയിൽ സാന്ദ്ര തോമസിന്റെ പിന്തുണയുമായി ഉമാ തോമസ് MLA രംഗത്തെത്തി. സ്ത്രീകളെ എന്തിനാ മാറ്റി നിർത്തുന്നത്? അവർക്ക് അവകാശമുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം തന്നെയായിരുന്നു. അത് റൈറ്റ് ആണെങ്കിൽ എന്തിനാണ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്? എന്തിനെയാണ് ഭയക്കുന്നത്? ഇങ്ങനെ ഭാരവാഹി തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഇന്ന് അന്തിമ രൂപമാകും. പത്രിക പിൻവലിക്കാനുള്ള തീയതി ഇന്ന് അവസാനിക്കുന്നതോടെയാണ് സ്ഥാനാർത്ഥി ചിത്രം തെളിയുക. സജി നന്ദിയാട്ട്, സംവിധായകൻ വിനയൻ, ആൻഡോ ജോസഫ്, ലിസ്റ്റിൻ സ്റ്റീഫൻ, B രാഗേഷ്, സന്ദീപ് സേനൻ എന്നിവർ മത്സരരംഗത്തുണ്ട്. ഈ മാസം 14നാണ് തിരഞ്ഞെടുപ്പ്. 24 കൊച്ചി. മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായ ഉത്തരാഖണ്ഡിലെ ദരാലിയിൽ രക്ഷാപ്രവർത്തനം ഊർജിതം. ഇതുവരെ 190 പേരെ രക്ഷപ്പെടുത്തിയെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. ഗംഗോത്രി ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. ഉത്തരകാശിയിൽ റെഡ് അലേർട്ട് തുടരുകയാണ്. മേഘവിസ്ഫോടനവും പിന്നാലെ ഗീർ ഗംഗാ നദിയിലുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിലും ദരാലി എന്ന ഗ്രാമം ഒന്നാകെയാണ് ഒലിച്ചുപോയത്. 50ലധികം വീടുകളും റെസ്റ്റോറൻറ്റുകളും തകർന്നടിഞ്ഞു. മണ്ണും ചെളിയും നിറഞ്ഞ മേഖലകളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സാ സഹായം ഉറപ്പാക്കുന്നുണ്ട്. NDRF ITBP ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി കൂടിക്കാഴ്ച നടത്തി. സ്ഥിതിഗതികൾ വിലയിരുത്തി. ദുരന്തത്തെ ഒറ്റക്കെട്ടായി നേരിടുമെന്നും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി. NDRFനെ മദിലിയിൽ നിന്നും എയർലിഫ്റ്റ് ചെയ്യാൻ ആരംഭിച്ചു. 35 NDRF പ്രവർത്തകരെ ഹെലികോപ്റ്റർ മാർഗം ദരാലിയിലെത്തിച്ചു. ഗംഗോത്രി ദേശീയപാതയിലും ബഡ്വാലിയിലും വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. കുന്നിടിഞ്ഞ് അവശിഷ്ടങ്ങൾ വീണതിനെ തുടർന്ന് ബദ്രിനാഥ് ദേശീയപാതയിൽ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. ദരാലി ദുരന്തമുണ്ടായി 3ാം ദിവസത്തിലേക്ക് എത്തുമ്പോഴും രക്ഷാപ്രവർത്തകരെ പൂർണ്ണമായും പ്രദേശത്തേക്ക് വിന്യസിക്കാൻ പോലും കഴിയുന്നില്ല. താഴെ കുത്തിയൊലിക്കുന്ന ഭഗീരഥി നദി, മുകളിൽ നിന്നും നിർമ്മിക്കുന്തോറും ഇടിഞ്ഞു വീഴുന്ന പാറക്കെട്ടുകൾ. അതീവ വെല്ലുവിളി നിറഞ്ഞതാണ് റോഡ് നിർമ്മാണ ദൗത്യം. ബട്വാടിയിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ദരാലിയിൽ രക്ഷാദൗത്യം ഏറെ ദുഷ്കരമാണ്. തകർന്ന റോഡുകളുടെ പുനർനിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. അതിനിടെ ഉണ്ടാകുന്ന മണ്ണിടിച്ചിലിൽ റോഡ് നിർമ്മാണം തളം തെറ്റുകയും ചെയ്യുന്നു. ദരാലിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തയ്യാറാക്കി റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബട്വാടിയിൽ റോഡ് തകർന്ന് ഗതാഗത യോഗ്യമല്ലാതെ
ഇപ്പോൾ രക്ഷാപ്രവർത്തകരും ആംബുലൻസുകളും മറ്റും കാത്തു നിൽക്കുന്ന ആ പ്രദേശത്താണ്. ഇവിടെ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. താഴെ JCB ഉപയോഗിച്ച് റോഡ് ഈ മുകളിലേക്ക് ഒന്നിടിച്ച് റോഡ് നിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സാധാരണക്കാർക്ക് ഇവിടെ നിന്നും മുറിച്ചു കിടക്കാനുള്ള ഏക മാർഗം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്താണ്. കുന്നിന് മുകളിലൂടെ ഈ തകർന്ന റോഡിന് മറുപുറത്ത് പോയി ഇറങ്ങുക കാൽനടയായി എന്നുള്ളത് മാത്രമാണ് ഇവിടെ പ്രായോഗികമാകുന്ന ഏക മാർഗം. അപ്പോഴും ഈ രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുന്നു റോഡ് നിർമ്മാണത്തിനായി. എന്നാൽ അതിൽ ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത് ഈ വീണ്ടും ഉണ്ടാകുന്ന മണ്ണിടിച്ചിലാണ്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ നിർമ്മാണം പൂർത്തിയാക്കാമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ വീണ്ടും പാറക്കെട്ടുകൾ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. തുടർന്ന് 8 മണിയോടെ നിർമ്മാണം പൂർത്തിയാക്കാമെന്ന് പ്രതീക്ഷിച്ചു. അവസാന ഘട്ടമായപ്പോഴേക്കും വീണ്ടും പാറക്കെട്ടുകൾ ഇടിഞ്ഞും മണ്ണ് പുഴയിലേക്ക് ഇടിഞ്ഞും തടസ്സങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു. പിന്നീട് ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണാം ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത് മണ്ണ് ഇപ്പോഴും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്ത് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ജോഷിമഠിൽ നമ്മൾ കണ്ടതിന് സമാനമായ തരത്തിലുള്ള ദൃശ്യങ്ങളാണ്. വലിയ തോതിൽ മണ്ണും പാറക്കെട്ടുകളും വിണ്ട് കീറി ഏത് നിമിഷവും ഇടിഞ്ഞു താഴാൻ സാഹചര്യമുള്ള തരത്തിലാണ് ഇവിടെ എല്ലാം തന്നെ ഉള്ളത്. ഏതാണ്ട് 1 അടിയിലേറെ വീതിയിൽ ഇവിടെ വലിയ പാറക്കെട്ടുകളും മണ്ണും വിണ്ടുകീറി നിൽക്കുന്നു. ഇത് അത്യന്തം ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റോഡ് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴും മുകളിൽ നിന്ന് ഏത് നിമിഷവും പാറക്കെട്ടുകൾ ഇടിഞ്ഞു വീഴാവുന്ന സാഹചര്യം. എന്തായാലും ഇത് നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ സഹായം മുകളിലേക്ക് എത്തിക്കാൻ കഴിയൂ. ഒപ്പം ബെയിലിപ്പാലം നിർമ്മിക്കാൻ ആവശ്യമായ സാമഗ്രികളും കൊണ്ടുപോകേണ്ടത് ഈ ഒരു പ്രദേശത്തു കൂടി തന്നെയാണ്. അതിനായി റോഡ് നിർമ്മാണത്തിനുള്ള നടപടികൾ ഇപ്പോൾ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ബട്ട്വാടിയിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ജമ്മുകാശ്മീരിൽ CRPF ജവാന്മാർ സഞ്ചരിച്ച ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 3 ജവാന്മാർക്ക് ജീവൻ നഷ്ടമായി. 15ലധികം ജവാന്മാർക്ക് പരിക്കേറ്റു. ഉധംപൂരിന് സമീപമായിരുന്നു അപകടം. അച്യുതൻ വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് അച്യുതൻ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? മോശം കാലാവസ്ഥയാണോ അവിടെയും പ്രശ്നമായത്? വിജയകുമാർ, ഈ ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂരിന് സമീപമുള്ള കൊക്കയിലേക്കായിരുന്നു ഈ CRPF സംഘം സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടത്. കൊക്കയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ അപകടത്തിന് പിന്നിലെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. സാധാരണഗതിയിൽ ഈ പ്രതികൂല കാലാവസ്ഥ ഇത്തരത്തിൽ അപകടങ്ങൾ ജമ്മു കാശ്മീരിൽ പൊതുവെ സൃഷ്ടിക്കാറുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് കാരണം, ഈ അപകടത്തിന് പിന്നിലെ കാരണം എന്നത് വ്യക്തമല്ല. ഈ അപകടത്തിൽ 3 CRPF ഉദ്യോഗസ്ഥർ മരിച്ചതായാണ് ലഭിക്കുന്ന വിവരം. ഒപ്പം 15ഓളം പേർക്ക് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. നിലവിൽ ഇവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. വിജയകുമാർ. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ഔദ്യോഗിക വസതിയിൽ നിന്ന് കെട്ടുകണക്കിന് പണം കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് തിരിച്ചടി. ഇംപീച്ച് ചെയ്യാനുള്ള നീക്കത്തിനെതിരായ യശ്വന്ത് വർമ്മയുടെ ഹർജി സുപ്രീം കോടതി തള്ളി. ഇതോടെ യശ്വന്ത് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നടപടികളുമായി കേന്ദ്രത്തിന് മുന്നോട്ടു പോകാനാകും. കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. അന്വേഷണ സമിതിയുടെ രൂപീകരണവും സമിതി പിന്തുടർന്ന നടപടിക്രമങ്ങളും നിയമവിരുദ്ധമല്ലെന്ന് ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ ബെഞ്ച് നിരീക്ഷിച്ചു. പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നൽകിയ റിപ്പോർട്ട് ഭരണഘടനാ വിരുദ്ധമല്ലെന്നും ഉത്തരവിൽ പറഞ്ഞു. ഹർജിക്കാരന്റെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടിട്ടില്ലെന്നും സമിതിയുടെ അന്വേഷണം സമാന്തര നിയമ സംവിധാനമല്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. എന്നാൽ ഫോട്ടോകളും വീഡിയോകളും അപ്ലോഡ് ചെയ്തതിൽ സുപ്രീം കോടതി വിയോജിപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ആ സമയത്ത് യാതൊരു എതിർപ്പും ഉയർന്നിരുന്നില്ല എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ഇതോടെയാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ആവശ്യം സുപ്രീം കോടതി പൂർണ്ണമായി തള്ളിയത്. കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കുമ്പോഴും കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ വിമർശനം ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ ഉണ്ടായി. യശ്വന്ത് വർമ്മയുടെ പ്രവർത്തികൾ ആത്മവിശ്വാസം നൽകുന്നില്ല എന്നായിരുന്നു വിമർശനം. ഹർജി കോടതി തള്ളിയതോടെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടികളുമായി കേന്ദ്രത്തിന് മുന്നോട്ടു പോകാൻ കഴിയും. 24 ഡൽഹി. 24 ബിഗ് ബ്രേക്കിംഗ്. അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഖജനാവിന് നഷ്ടമുണ്ടായിട്ടില്ല എന്ന കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ വാദം പൊളിയുന്നു. മന്ത്രിയുടെ സ്പെയിൻ സന്ദർശനത്തിന് മാത്രം ചെലവായത് 13 ലക്ഷത്തിലധികം രൂപയാണ്. ഇത് തെളിയിക്കുന്ന വിവരാവകാശ രേഖ 24 പുറത്തുവിട്ടു. അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ചെലവുകളെല്ലാം നോക്കുന്നത് സ്പോൺസർ എന്നും
സർക്കാരിന് നഷ്ടമില്ലെന്നുമായിരുന്നു കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ നിലപാട്. എന്നാൽ മിഷൻ മെസ്സിയുമായി ബന്ധപ്പെട്ട് സർക്കാരിനും നഷ്ടമുണ്ടായെന്നാണ് വിവരാവകാശ രേഖ തെളിയിക്കുന്നത്. 2024 സെപ്റ്റംബറിലായിരുന്നു അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായുള്ള ചർച്ചയ്ക്കെന്ന പേരിൽ മന്ത്രിയുടെയും കായിക വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെയും സ്പെയിൻ സന്ദർശനം. ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നെന്നും ഉടൻ AFA പ്രതിനിധികൾ കേരളത്തിലെത്തുമെന്നും മന്ത്രി തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചു. എന്നാൽ AFA ആസ്ഥാനമുള്ള ബ്യൂണസ് അയേഴ്സിൽ പോകുന്നതിന് പകരം എന്തിന് മന്ത്രി സ്പെയിനിൽ പോയെന്നും ആരുമായിട്ടാണ് ചർച്ചകൾ നടത്തിയെന്നതിന്റെ വിശദാംശങ്ങൾ ഇല്ലെന്നുമെന്ന ചോദ്യങ്ങൾ അന്ന് തന്നെ ഉയർന്നിരുന്നു. ഇങ്ങനെ ദുരൂഹതകൾ ഏറെ ബാക്കിയാക്കിയ സ്പെയിൻ യാത്രയ്ക്ക് 13,04,434 രൂപ സർക്കാരിന് ചെലവായെന്നാണ് കായിക വകുപ്പ് തന്നെ സമ്മതിക്കുന്നത്. കായിക വികസന നിധിയിൽ നിന്നാണ് ഈ പണം അനുവദിച്ചതെന്നും രേഖയിലുണ്ട്. 13 ലക്ഷം സർക്കാർ നഷ്ടങ്ങളുടെ നീണ്ട ലിസ്റ്റിലെ ആദ്യത്തേതു മാത്രമെന്നും വിമർശനങ്ങളുണ്ട്. അനിൽ വാസുദേവ്, സ്പോർട്സ് ഡെസ്ക്, 24. തിരുവനന്തപുരത്ത് സാങ്കേതിക സർവകലാശാലയിലേക്ക് SFI നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. താൽക്കാലിക VC ഡോക്ടർ കെ ശിവപ്രസാദിന്റെ രാജി ആവശ്യപ്പെട്ടും സ്ഥിരം VCയെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടുമായിരുന്നു പ്രതിഷേധം. പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന് VCയുടെ ചേംബറിന് മുന്നിൽ വരെ പ്രതിഷേധക്കാരെത്തി. ദൃശ്യങ്ങളിലേക്ക്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? ഇപ്പോഴും SFI പ്രവർത്തകരുടെ പ്രതിഷേധം ക്യാമ്പസിൽ തുടരുകയാണ്. VCയുടെ ചേംബറിന് മുന്നിൽ വരെ പ്രതിഷേധക്കാരെത്തിയിട്ടുണ്ട്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. അല്പസമയത്തിനകം പ്രതിഷേധക്കാരെ അവിടെ നിന്ന് നീക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു SFI പ്രവർത്തകരുടെ മാർച്ച്. ആ മാർച്ചിൽ പ്രവർത്തകർ VCയുടെ ചേംബറിന് സമീപം വരെ പോലീസ് ബാരിക്കേഡുകളൊക്കെ മറികടന്ന് എത്തുകയും ചെയ്തു. ഇപ്പോൾ അതിനു മുന്നിൽ പ്രവർത്തകരുടെ ഉപരോധ സമരം നടക്കുകയാണ്. അല്പസമയത്തിനകം SFI പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയേക്കും. സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാണ് ഇപ്പോഴും. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും. ഉമേഷ്, പ്രതിഷേധം ഇതുവരെ അവസാനിച്ചിട്ടില്ല, പ്രവർത്തകർ അവിടെ തുടരുകയാണ് അല്ലേ? തീർച്ചയായും പ്രവർത്തകർ ഇപ്പോൾ സർവകലാശാലയുടെ മെയിൻ കവാടത്തിന് മുന്നിലുള്ള പടിക്കെട്ടിന് മുന്നിൽ പ്രതിഷേധം തുടരുന്നുണ്ട്. ഒരു ഭാഗത്ത് SFI നേതാക്കൾ, SFI സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന സെക്രട്ടറിയും അടക്കുന്നവർ ഇപ്പോൾ ചർച്ച നടത്തുകയാണ്. രജിസ്ട്രാർ ഇൻചാർജ് ഗോപിനുമായിട്ടാണ് ചർച്ച. പ്രധാന ആവശ്യങ്ങൾ ഈ എയർബാഗ് സംവിധാനം പൂർണ്ണമായി ഒഴിവാക്കുക, നിലവിൽ 1 വർഷത്തേക്ക് മരവിപ്പിച്ചിട്ടുണ്ട്, അത് പൂർണ്ണമായി ഒഴിവാക്കുക. ഒപ്പം വൈസ് ചാൻസലർ രാജിവെക്കുക. അതുകൂടാതെ സാമ്പത്തിക പ്രതിസന്ധി, അതായത് വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പൂർണ്ണ പരിഹാരം ഉണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമര ആവശ്യങ്ങളിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. പക്ഷേ ഈ ചർച്ചയിൽ കാര്യമായ തീരുമാനമൊന്നും എടുക്കാൻ നിലവിൽ താൽക്കാലിക രജിസ്ട്രാറായ ഗോപിന് കഴിയുകയുമില്ല. കാരണം രജിസ്ട്രാർ സിൻഡിക്കേറ്റ് ചേരുന്നില്ല, VC സ്ഥലത്തില്ല. അതുകൊണ്ട് തന്നെ ചർച്ച, ഈ ഒരു സമര ആവശ്യങ്ങൾ കേൾക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അല്പം മുൻപ് ഏകദേശം 12 മണിയോടുകൂടിയാണ് ഈ സമരം ആരംഭിക്കുന്നത്. 12:30 ആരംഭിച്ച സമരം ആദ്യഘട്ടത്തിൽ ബാരിക്കേഡ് വെച്ച് ഈ സർവകലാശാലയുടെ ഏറ്റവും മുന്നിൽ പോലീസ് തടഞ്ഞിരുന്നു. പോലീസ് തടഞ്ഞെങ്കിലും തൊട്ട് പിന്നാലെ തന്നെ ഒരു തവണ ജലപീരങ്കിയും പ്രയോഗിച്ചു. പക്ഷേ ഈ ബാരിക്കേഡുകളും പോലീസ് വലയവും എല്ലാം ഭേദിച്ചുകൊണ്ട് സർവകലാശാല പ്രധാന കവാടവും ചാടിക്കടന്ന് SFI പ്രവർത്തകർ ഈ സർവകലാശാലയുടെ VCയുടെ ചേംബറിലേക്ക് കയറാവുന്ന ഈ പടിക്കെട്ടിന് മുന്നിൽ വരെത്തി. അതിനുശേഷം SFI സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന സെക്രട്ടറിയും അടക്കമുള്ളവർ പിന്നിലെ വാതിലിലൂടെ നേരെ VCയുടെ ചേംബറിന് മുന്നിലെത്തി സമരം തുടരുകയായിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. വിജയകുമാർ. രജിസ്ട്രാറുമായാണ് ചർച്ച നടക്കുന്നത്. താൽക്കാലിക VC ആണ്. അദ്ദേഹം ഇന്ന് അവിടെ എത്തിയിട്ടില്ല. രജിസ്ട്രാറുമായി ചർച്ചകൾ നടക്കുന്നു. അല്പസമയത്തിനകം പ്രവർത്തകർ ഒരുപക്ഷെ പിരിഞ്ഞു പോയേക്കും, അല്ലെങ്കിൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കും. ഇപ്പോൾ ഉപരോധ സമരം തുടരുകയാണ്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഇപ്പോൾ ചേർത്തലയിൽ നിന്ന് ഒരു വാർത്ത വരുന്നുണ്ട്. ആലപ്പുഴ അവിടെ ചേർത്തല പട്ടണക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക്
വളരെ ചെറിയ എന്തോ ജീവികളുടെ കടിയേറ്റു എന്നാണ് പറയുന്നത്. 30ഓളം വിദ്യാർത്ഥികളെ തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അലർജിക്ക് സമാനമായ അവസ്ഥ കുട്ടികൾക്കുണ്ടായി എന്നാണ് പറയുന്നത്. ഡെസ്കിൽ ഉണ്ടായിരുന്ന ഏതോ ചെറിയ ജീവികളുടെ സൂക്ഷ്മജീവികളുടെ കടിയേറ്റു എന്നാണ് ഈ കുട്ടികൾ പറയുന്നത്. പല കുട്ടികൾക്കും ചൊറിച്ചിലും ശരീരത്തിൽ തടിപ്പുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പട്ടണക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായത്. നമ്മൾ ഇതുൾപ്പെടെയുള്ള മറ്റു റിപ്പോർട്ടുകളിലേക്ക് വരും. ഇടവേളയ്ക്ക് ശേഷം വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ആലപ്പുഴ ചേർത്തലയിലെ തിരോധാന കേസുകളിൽ അന്വേഷണം പ്രതി സെബാസ്റ്റ്യന്റെ സഹായികളിലേക്കും. സുഹൃത്ത് റോസമ്മയുടെ ഫോൺ വിവരങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ സഹോദരൻ പ്രവീൺ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി DNA സാമ്പിൾ നൽകി. അതേസമയം ജൈനമ്മ കൊലപാതക കേസിൽ അന്വേഷണ സംഘം വീണ്ടും സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങും. കഴിഞ്ഞ 1-ാം തീയതിയാണ് സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങിയത്. എന്നാൽ 7 ദിവസം ചോദ്യം ചെയ്തിട്ടും യാതൊന്നും തുറന്നു പറയാൻ സെബാസ്റ്റ്യൻ തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ സമയം ആവശ്യപ്പെടാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത്. 7 ദിവസം കൂടി കൂടുതലായി ആവശ്യപ്പെടും. കസ്റ്റഡി കാലാവധി കഴിയുന്നതിനാൽ ഇന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. പരസ്പര വിരുദ്ധ മൊഴികളാണ് സെബാസ്റ്റ്യന്റേത്. ഇത് അന്വേഷണത്തെ ബാധിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകളടക്കം മുന്നിൽ വെച്ച് ചോദിച്ചിട്ടും സെബാസ്റ്റ്യൻ ഒന്നും സമ്മതിക്കുന്നില്ല. അതിനാൽ DNA പരിശോധനാ ഫലം കേസിൽ നിർണായകമാണ്. ജൈനമ്മയുടെ മൊബൈൽ ഫോൺ കണ്ടെടുക്കാൻ സാധിക്കാത്തതും വെല്ലുവിളിയായിട്ടുണ്ട്. ഇന്നലെ ഭാര്യയുമായി ഒന്നിച്ചിരുത്തി സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തിരുന്നു. ജൈനമ്മയ്ക്ക് സെബാസ്റ്റ്യനും അടുത്തറിയാവുന്ന സുഹൃത്തുക്കളുടെ പട്ടികയും തയ്യാറാക്കിയിട്ടുണ്ട്. ഇവരിൽ നിന്നും പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. കാണാതായ ബിന്ദു പത്മനാഭന്റെ സഹോദരന്റെ DNA പരിശോധന നടത്താൻ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് നീക്കം ആരംഭിച്ചു. ഇറ്റലിയിലായിരുന്ന സഹോദരൻ നാട്ടിലെത്തി രക്തസാമ്പിൾ നൽകി. സെബാസ്റ്റ്യന്റെ സാമ്പത്തിക ഇടപാടുകളടക്കം അന്വേഷിക്കാനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. ടോബി ജോൺസൺ, 24 കോട്ടയം. മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ കർണാടകയിലെ ധർമ്മസ്ഥലയിൽ അന്വേഷണം പുരോഗമിക്കവേ ആക്രമണം അഴിച്ചുവിട്ട ഒരു വിഭാഗം ആളുകൾ നേരത്തെ കൊല്ലപ്പെട്ട സൗജന്യയുടെ ബന്ധുവിന്റെ വാഹനം തകർത്തു. മാധ്യമപ്രവർത്തകരെയും തെരഞ്ഞുപിടിച്ചാക്രമിച്ചു. വൻ പോലീസ് സംഘം ധർമ്മസ്ഥലയിൽ ക്യാമ്പ് ചെയ്യുകയാണ്. ിൽ കൊല്ലപ്പെട്ട സൗജന്യയുടെ വീടിന് സമീപം നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്ത യൂട്യൂബറെ മർദ്ദിച്ചതോടെയാണ് സംഘർഷത്തിന്റെ തുടക്കം. ധർമ്മസ്ഥലയിൽ നിന്നും പരിസര പ്രദേശത്തു നിന്നും നിരവധി പേർ സംഘടിച്ചെത്തി മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചു. ക്യാമറ ഉൾപ്പെടെ നശിപ്പിച്ചു. ഇവർ പരാതി നൽകാൻ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലെത്തിയതോടെ ഈ സംഘം സ്റ്റേഷന് മുന്നിലെത്തി. 6 മാധ്യമപ്രവർത്തകർക്ക് സാരമായി പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരും അവിടേക്കെത്തി. പിന്നീട് ചേരിതിരിഞ്ഞ് പോർവിളി. ഇതിനിടെ കൊല്ലപ്പെട്ട സൗജന്യയുടെ ബന്ധുവിന്റെ വാഹനം ഒരു കൂട്ടർ അടിച്ചു തകർത്തു. പിന്നാലെ മംഗളൂരുവിൽ നിന്ന് വൻ പോലീസ് സംഘം ധർമ്മസ്ഥലയിലെത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കി. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വെസ്റ്റ് സോൺ IG-യും ദക്ഷിണ കന്നഡ SP-യും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ പരിശോധനയും കനത്ത സുരക്ഷയിലാണ്. 24 ധർമ്മസ്ഥല. വയനാട് CPM-ലെ സംഘടനാ പ്രശ്നങ്ങളിൽ നടപടി നേരിട്ടവർ പരാതിയുമായി സംസ്ഥാന കമ്മിറ്റിയിലേക്ക്. കോട്ടത്തറ കണിയാമ്പട്ടയിൽ നടപടി നേരിട്ടവരാണ് സംസ്ഥാന നേതൃത്വത്തെ സമീപിക്കുന്നത്. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളടക്കം 5 പേരെയാണ് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകും. സുർജിത്ത്, എന്താണ് ഇവർ സംസ്ഥാന കമ്മിറ്റിയിൽ ആവശ്യപ്പെടാൻ പോകുന്നത്? ഇവരുടെ പരാതി ഏതു നിലയ്ക്കായിരിക്കും സംസ്ഥാന കമ്മിറ്റിക്ക് മുൻപാകെ എത്തുക? വിജയകുമാർ, CPIM-ന്റെ വയനാട് ജില്ലാ സമ്മേളനത്തിന് ശേഷം നേതൃമാറ്റമുണ്ടായി. ആ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് നിരവധി സംഘടനാ പ്രശ്നങ്ങൾ ഇവിടെ അഭിമുഖീകരിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ആദ്യ ഘട്ടത്തിലെ പ്രതികരണമായിരുന്നു കേണിച്ചിറയിൽ കണ്ടത്. കർഷക സംഘത്തിന്റെ ജില്ലാ ഭാരവാഹി, ജില്ലാ പ്രസിഡന്റായിട്ടുള്ള AV ജയൻ, ആദിവാസി ക്ഷേമ സമിതിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പ്രസാദ് അടക്കമുള്ളവർ, 2 ലോക്കൽ സെക്രട്ടറിമാർ അടക്കം നടപടി നേരിടേണ്ട വന്നൊരു സാഹചര്യം. അവർ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്ന സാഹചര്യം. അതായത് സമ്മേളനത്തിന്റെ തൊട്ട് മുമ്പായി ഒരു പരാതി, ഏരിയ സമ്മേളനത്തിന് തൊട്ട് മുമ്പായി ഒരു പരാതി ഉയരുകയും അത് 2019 സംഭവത്തെ ബന്ധപ്പെട്ട പരാതിയാണ്. ആ പരാതിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ആ നടപടിക്കെതിരെയാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. സാമ്പത്തിക കുറ്റവാളിയായി പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ താല്പര്യമില്ല എന്നുള്ളതാണ് AV ജയൻ വ്യക്തമാക്കിയത്. അതേ തുടർന്നാണ് പരസ്യ പ്രതികരണം ഉണ്ടായത്. അതിൽ ഇപ്പോൾ 4 പേരെ കേണിച്ചിറയിൽ നടപടിയെടുത്തു. അതിന്റെ തൊട്ടു പിന്നാലെയാണ് മറ്റ് ഇടങ്ങളിലേക്ക് നടപടി വ്യാപിക്കുന്നത്. പരസ്യ പ്രതികരണം നടത്തി എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് കണിയാമ്പറ്റയിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ളവരെ ഇപ്പോൾ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരിക്കുന്നത്. അതിൽ 5 പേർക്കെതിരെയാണ് നടപടി. K. ജബ്ബാർ, M. മുഹമ്മദ്, K. ഇബ്രാഹിം, K. ജംഷീർ,
രാഘവൻ എന്നിവർക്കെതിരെയാണ് നടപടിയെടുക്കുന്നത്. ഇതിൽ LC മെമ്പർമാരുണ്ട്, മുൻ LC മെമ്പർമാരായിട്ടുള്ള ആളുകളുണ്ട്, ഒപ്പം തന്നെ ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ട്. അത്തരത്തിൽ 5 പേർക്കെതിരെയാണ് ഇപ്പോൾ നടപടി കൈക്കൊണ്ടിരിക്കുന്നത്. ഇത് കോട്ടത്തറ ഏരിയ സമ്മേളനത്തിന് മുമ്പായി നടന്ന കണിയാമ്പറ്റ ലോക്കൽ സമ്മേളനത്തിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് ഉള്ള ആക്ഷേപമാണ്. ഇവർ പ്രധാനമായും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കെതിരെയാണ്. കാരണം മത്സരം സംഘടിപ്പിക്കുന്ന ആ രീതിയിലേക്ക് ഇവിടെ ഒരു അട്ടിമറി നടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ലോക്കൽ സമ്മേളനത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇവർ പരസ്യ ആരോപണമായി പ്രതിഷേധം എന്നുള്ള നിലയിൽ തന്നെ അത് മാധ്യമങ്ങളോട് പങ്കുവച്ചത്. നമ്മൾ ഉൾപ്പെടെയുള്ളവരോട് ആ വിഷയം പങ്കുവച്ചു. എന്തായാലും ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ 5 പേർക്കെതിരെ നടപടി കണിയാമ്പറ്റയിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ നടപടിക്ക് വിധേയമാക്കപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇപ്പോൾ സംസ്ഥാന ഘടകത്തെ വീണ്ടും സമീപിച്ചിരിക്കുകയാണ്. കാരണം തങ്ങളുടെ വാദം കേൾക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇവർ ഉന്നയിക്കുന്ന ആക്ഷേപം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ M. മധു, ഒപ്പം തന്നെ ബേബി എന്നിവർക്കെതിരെയാണ് ആക്ഷേപം. ഇവർ സമ്മേളനത്തിൽ ബോധപൂർവം തങ്ങൾക്ക് അനുകൂലമായ വിധത്തിൽ ആളുകളെ സജ്ജരാക്കുന്ന രീതിയിലേക്ക് സമ്മേളനത്തെ മാറ്റി, സമ്മേളനത്തിൽ വിഭാഗീയമായി ഇടപെട്ടു. അത് ജില്ലാ നേതൃത്വം പിടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ആണെന്നത് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങളാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇവർ പങ്കുവച്ച കാര്യം. ഇതേ തുടർന്നാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. മാധ്യമങ്ങളോട് പരസ്യ പ്രതികരണം നടത്തിയെന്നുള്ള ഒരു കുറ്റം ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ പുത്തലത്ത് ദിനേശന്റെ സാന്നിധ്യത്തിൽ ചേർന്ന കോട്ടത്തറ ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഈ നടപടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇവർ സംസ്ഥാന ലോക്കൽ കമ്മിറ്റി അംഗങ്ങളടക്കം 5 പേരെയാണ് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയത്. ഇവരാണ് സംസ്ഥാന കമ്മിറ്റിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്. ആലപ്പുഴ ചേർത്തല പട്ടണക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് സൂക്ഷ്മജീവികളുടെ കടിയേറ്റു. 30ഓളം വിദ്യാർത്ഥികളെ തുറവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, എന്താണ് അവിടെ സംഭവിച്ചത്? ഇവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ, അലർജി, അതിന് സമാനമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ. എന്താണ് അവിടെ സംഭവിച്ചത്? കുട്ടികളുടെ പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്നും നമുക്ക് ആദ്യം അത് കാണാം. സാമ്പിൾ നേരത്തെ എടുത്തിരുന്നു. അത് 30ഓളം വിദ്യാർത്ഥികളെയാണ് തുറവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പലർക്കും ചൊറിച്ചിലുണ്ട്, ദേഹത്ത് തടിപ്പുണ്ടായിട്ടുണ്ട്. എന്തോ ചെറിയ ജീവി ഡെസ്കിലുണ്ടായിരുന്ന സ്കൂൾ ക്ലാസ് മുറികളിലെ ഡെസ്കിലുണ്ടായിരുന്ന എന്തോ വളരെ ചെറിയ ജീവി കടിച്ചു എന്ന് മാത്രമാണ് കുട്ടികൾ പറയുന്നത്. ആശുപത്രിയിൽ 30-ലധികം കുട്ടികൾ ഇപ്പോൾ ചികിത്സ തേടിയിട്ടുണ്ട്. ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും. അശ്വിൻ, കേൾക്കാമോ? യെസ്, അല്പസമയത്തിനകം അശ്വിൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള അവസരം ഈ മാസം 12 വരെ. നേരത്തെ അനുവദിച്ച സമയം ഇന്ന് അവസാനിച്ചിരുന്നു. പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്താനും ഒഴിവാക്കാനും ഇതുവഴി സാധിക്കും. വോട്ടർ പട്ടിക സംബന്ധിച്ച വ്യാപകമായ പരാതിയുള്ളതിനാൽ അത് പുതുക്കുന്നതിന് സമയം നീട്ടി നൽകണം എന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ആകാനുള്ള പ്രായപരിധി ഉയർത്തി. ഇന്നലെ മന്ത്രിസഭ അംഗീകരിച്ച ഓർഡിനൻസിലാണ് VC ആകാനുള്ള പ്രായപരിധി 65 വയസ്സാക്കി ഉയർത്തിയത്. VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയുടെ ഘടന സർക്കാരിന് മേധാവിത്വം ലഭിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. UGC മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും VC നിയമനം സംബന്ധിച്ച സുപ്രീംകോടതി നിർദ്ദേശം പാലിക്കുന്നതിനും വേണ്ടിയാണ് ഡിജിറ്റൽ സർവകലാശാല നിയമത്തിൽ ഭേദഗതി വരുത്തിയതെന്നാണ് സർക്കാരിന്റെ അവകാശവാദം. എന്നാൽ സ്ഥിരം VC നിയമിക്കുമ്പോൾ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നിയമഭേദഗതിയെന്ന് ഏറെക്കുറെ വ്യക്തമാണ്. VC ആയി നിയമിക്കുന്ന ആളുടെ പ്രായം ഉയർത്തിയതാണ് പ്രധാന ഭേദഗതി. നിലവിൽ 61 വയസ്സായിരുന്ന പ്രായപരിധി 65 വയസ്സായിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതിനായി സർവകലാശാല നിയമത്തിന്റെ 6ാം ഉപവകുപ്പിൽ ഭേദഗതി വരുത്തി. VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയുടെ ഘടനയിലും അഴിച്ചുപണി നടത്തിയിട്ടുണ്ട്. 5-അംഗ സെർച്ച് കമ്മിറ്റിയിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നിർദ്ദേശിക്കുന്ന പ്രതിനിധി കൺവീനറാകും. ഇതിനു പുറമെ ചാൻസലർ പ്രതിനിധി, UGC പ്രതിനിധി, സർവകലാശാല ബോർഡ് ഓഫ് ഗവർണേഴ്സ് പ്രതിനിധി, കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ നാമനിർദ്ദേശം ചെയ്യുന്ന പ്രതിനിധി എന്നിവർ അടങ്ങിയതായിരിക്കും സെർച്ച് കമ്മിറ്റി. ഇതിലൂടെ 5-അംഗ സെർച്ച് കമ്മിറ്റിയിൽ 3 പേരുടെ പിന്തുണ സർക്കാരിന് ഉറപ്പാക്കാനാവും. സർക്കാരുമായോ സർവകലാശാലയുമായോ നേരിട്ട് ബന്ധമുള്ളവർ സെർച്ച് കമ്മിറ്റികളിൽ പാടില്ലെന്നാണ് VC നിയമനവുമായി ബന്ധപ്പെട്ട കേസുകളിലെ സുപ്രീംകോടതി ഉത്തരവ്. അതുകൊണ്ട് തന്നെ നിയമഭേദഗതി വരുത്തിക്കൊണ്ടുള്ള ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം നൽകുമെന്നതാണ് പ്രശ്നം. ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഞായറാഴ്ചയെ തിരിച്ചെത്തുകയുള്ളൂ. അതിനുശേഷമാകും ഓർഡിനൻസിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയെന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിച്ചു. 24 തിരുവനന്തപുരം. തൃശൂർ പാലിയക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെച്ചെങ്കിലും കരാർ കമ്പനിക്ക് ദേശീയപാത അതോറിറ്റി നഷ്ടപരിഹാരം നൽകേണ്ടി വരും.
ടോൾ പിരിവ് നിർത്തേണ്ടി വന്നാൽ ദേശീയപാത അതോറിറ്റി നഷ്ടപരിഹാരം നൽകണം എന്നാണ് കരാർ വ്യവസ്ഥ. അതേസമയം ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കരാർ കമ്പനി. ഇന്നലെയാണ് ഹൈക്കോടതി പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് മരവിപ്പിച്ച് ഉത്തരവിറക്കിയത്. ഇതോടെ 14 കോടി രൂപയുടെ നഷ്ടമാണ് GIPL കമ്പനിക്ക് ഉണ്ടാകുന്നത്. ടോൾ പിരിവ് ഏതെങ്കിലും ഘട്ടത്തിൽ നിർത്തിവെക്കേണ്ടി വന്നാൽ നഷ്ടം ദേശീയപാത അതോറിറ്റി നൽകണമെന്നാണ് കരാറിൽ വ്യവസ്ഥ. നിലവിൽ പാലിയേക്കര ടോൾ റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത് PSI എന്ന കരാർ കമ്പനിയാണ്. ജോലികൾക്ക് കാലതാമസമുണ്ടാക്കുന്നതും കൃത്യസമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്താതിരിക്കുന്നതും തങ്ങളല്ല എന്ന വാദമാണ് GIPL കമ്പനിക്കുള്ളത്. ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ടോൾ പിരിവ് കമ്പനി. എന്നാൽ ഇതിനെ എതിർക്കാൻ ഹർജിക്കാരനായ ഷാജി കോടംകണ്ടത്ത് തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ ടോൾ കമ്പനിക്കെതിരെ പോരാടണമെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ആവശ്യപ്പെടുന്നു. ഇതുവരെ ടോൾ കരാർ കമ്പനിക്കെതിരെ ഒരു അക്ഷരം ഉരിയാടാൻ സംസ്ഥാന സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇനിയെങ്കിലും കരാർ കമ്പനിക്കെതിരെ സർക്കാർ രംഗത്ത് വരണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനും. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ പലയിടത്തും നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ മണിക്കൂറുകൾ ഗതാഗതക്കുരുക്കിൽ കിടക്കേണ്ടി വരുന്നു എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തിവെച്ചത്. 24 തൃശൂർ. എത്ര DCCകളിൽ അഴിച്ചുപണി വേണമെന്നതിൽ കുഴഞ്ഞുമറിഞ്ഞ് KPCC പുനഃസംഘടനാ ചർച്ചകൾ. ഒപ്പം നിൽക്കുന്ന നേതാക്കളെ അധ്യക്ഷന്മാരായി നിലനിർത്താൻ പ്രധാന നേതാക്കൾ തന്നെ സമ്മർദ്ദം ചെലുത്തുന്നതാണ് തീരുമാനമെടുക്കുന്നതിലെ വെല്ലുവിളി. ഇന്ന് തന്നെ ഹൈക്കമാൻഡിന് പട്ടിക കൈമാറി ഈ മാസം 10-നകം പ്രഖ്യാപനം നടത്താനാണ് നേതൃത്വത്തിന്റെ ധാരണ. പുനഃസംഘടനാ ചർച്ചകൾക്കായി കഴിഞ്ഞ 2 ദിവസമായി KPCC നേതൃത്വവും പ്രതിപക്ഷ നേതാവും ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യുകയാണ്. എത്ര ജില്ലാധ്യക്ഷന്മാരെ മാറ്റണമെന്നതിൽ കേരളത്തിലെ നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഐക്യമില്ലാത്തതാണ് പ്രതിസന്ധി. ഒപ്പം നിൽക്കുന്നവരെ ജില്ലാ അധ്യക്ഷ പദവിയിൽ നിർത്തുന്നതിന് വേണ്ടി സീനിയർ നേതാക്കൾ നടത്തുന്ന ഇടപെടലാണ് പുനഃസംഘടനയെ സങ്കീർണമാക്കുന്നത്. ചില ജില്ലകളിലെ അധ്യക്ഷന്മാർക്ക് വേണ്ടി MP-മാരും രംഗത്തുണ്ട്. സമവായത്തിലേക്കൊക്കെ എത്തിയോ? പട്ടിക തയ്യാറായോ? എത്തിക്കൊണ്ടിരിക്കുന്നു. MP-മാരുടെ താല്പര്യമില്ല, പാർട്ടി താല്പര്യം. തിരുവനന്തപുരം ജില്ലയിൽ N ശക്തന്റെ പേരിനാണ് മുൻതൂക്കം. VS ശിവകുമാർ, ചെമ്പഴന്തി അനിൽ, മണക്കാട് സുരേഷ് എന്നിവരുടെ പേരുകളും പട്ടികയിലുണ്ട്. കൊല്ലത്ത് സൂരജ് രവി, MM നസീർ, P ജെർമിയാസ്, സവിൻ സത്യൻ എന്നിവരെയും പരിഗണിക്കുന്നു. സവിൻ സത്യൻ കൊടുക്കുന്ന സുരേഷ് പിന്തുണയ്ക്കുന്ന നേതാവാണ്. പത്തനംതിട്ടയിൽ പഴകുളം മധു, റോബിൻ പീറ്റർ, അനീഷ് വരിക്കണ്ണമല എന്നിവരാണ് പട്ടികയിലുള്ളത്. ആലപ്പുഴയിൽ KP ശ്രീകുമാർ, B ബൈജു എന്നിവരെയാണ് പരിഗണിക്കുന്നത്. B ബൈജുവിനാണ് രമേശ് ചെന്നിത്തലയുടെ പിന്തുണ. കോട്ടയത്ത് ഫിൽസിൽ മാത്യു, ബിജു പുന്നത്താനം, CB ചേനപ്പാടി എന്നിവരാണ് പട്ടികയിൽ. ഇടുക്കിയിൽ അഡ്വക്കേറ്റ് S അശോകൻ, ജോയ് വെട്ടിക്കുഴി എന്നിവരാണ് അന്തിമ പട്ടികയിലുള്ളത്. പാലക്കാട് സുമേഷ് അച്യുതൻ, PV രാജേഷ് എന്നിവരും വയനാട്ടിൽ TJ ഐസക്, PD സജി എന്നിവരും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കാസർകോട്ട് K നീലകണ്ഠൻ, BM ജമാൽ എന്നിവരിൽ ഒരാൾക്കാണ് സാധ്യത. എത്ര ജില്ലകളിലെ അധ്യക്ഷന്മാരെ മാറ്റണമെന്നതിൽ ഹൈക്കമാൻഡ് നിലപാടാകും നിർണായകമാകുക. R ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. ജമ്മുകാശ്മീരിൽ അരുന്ധതി റോയിയുടേതുൾപ്പെടെ 25 പുസ്തകങ്ങൾ നിരോധിച്ചു. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജമ്മുകാശ്മീർ ആഭ്യന്തര വകുപ്പിന്റെ ഈ നടപടി. നിരോധിച്ച പുസ്തകങ്ങൾ ചരിത്രത്തെ വളച്ചൊടിക്കുന്നുവെന്നും സൈന്യത്തെ അപകീർത്തിപ്പെടുത്തുന്നുവെന്നും തീവ്രവാദത്തെ മഹത്വവൽക്കരിക്കുന്നു എന്നുമാണ് സർക്കാരിന്റെ വാദം. അരുന്ധതി റോയിയുടെ ആസാദി ഉൾപ്പെടെ മറ്റെഴുത്തുകാരുടെയും പുസ്തകങ്ങളാണ് ജമ്മുകാശ്മീരിൽ നിരോധിച്ചത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വിജ്ഞാപനം പുറത്തിറങ്ങി. നാമനിർദ്ദേശ പത്രിക ഈ മാസം 21 വരെ സമർപ്പിക്കാം. ഓഗസ്റ്റ് 22-നാണ് സൂക്ഷ്മ പരിശോധന. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 25-ആണ്. ജഗദീപ് ധൻഖർ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. വിജ്ഞാപനം പുറത്തിറങ്ങിയതോടെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് തുടക്കം. ജൂലൈ 21-ന് ജഗദീപ് ധൻഖർ രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ്. 2027 ഓഗസ്റ്റ് വരെ ധൻഖറിന് കാലാവധി ഉണ്ടായിരുന്നു. ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും പുതിയ ആൾക്ക് 5 വർഷം കാലാവധി ഉണ്ടായിരിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദവി വഹിക്കുന്നവർക്ക് പത്രിക നൽകാനാവില്ല. തെരഞ്ഞെടുപ്പിൽ NDAയ്ക്കാണ് ഇരു സഭകളിലും മേധാവിത്വം. 543 അംഗ ലോക്സഭയിൽ 1 സീറ്റ് മാത്രമാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. 245 അംഗ രാജ്യസഭയിൽ 5 സീറ്റുകൾ ഒഴിഞ്ഞുകിടപ്പുണ്ട്. ഇരു സഭകളിലുമായി 786 വോട്ടുകളാണ് ആകെയുള്ളത്. 394 വോട്ടുകളാണ് വിജയിക്കാൻ ആവശ്യം. ലോക്സഭയിൽ മാത്രം BJP നയിക്കുന്ന NDAയ്ക്ക് 293 പേരുടെ പിന്തുണയുണ്ട്. രാജ്യസഭയിൽ 129. NDAയ്ക്ക് മാത്രം 422 പേരുടെ പിന്തുണയുണ്ട്. BJPയിൽ നിന്നാകും NDA സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ഇന്ന് യോഗം ചേരുന്നുണ്ട്. പൊതു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് ചേരുന്ന യോഗത്തിൽ സ്ഥാനാർത്ഥി തീരുമാനം ഉണ്ടായേക്കും. 24 ഡൽഹി.
മുംബൈയിൽ കോർപ്പറേഷൻ അടച്ചുപൂട്ടിയ കബൂത്തർഖാനകൾ തുറക്കാനായി പ്രതിഷേധം കനക്കുന്നു. ദാദറിൽ പ്രാവുകൾക്ക് തീറ്റ നൽകുന്ന കബൂത്തർഖാന പ്രതിഷേധക്കാർ ബലം പ്രയോഗിച്ച് താൽക്കാലികമായി തുറന്നു. പ്രതിഷേധക്കാർ നൽകിയ ഹർജി മുംബൈ ഹൈക്കോടതി പരിഗണിക്കും. മുംബൈയെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചിത്രങ്ങളിലൊന്ന് പ്രാവുകളാണ്. മുംബൈയിൽ ഇത്രയധികം പ്രാവുകൾ വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മുംബൈയിലെ ഇതുപോലെയുള്ള കബൂത്തർ ഖാനകളാണ്. പ്രാവുകൾ പെരുകിയതോടെ ചില ആരോഗ്യ പ്രശ്നങ്ങളും സർക്കാരിൻ്റെ ശ്രദ്ധയിലെത്തി. പ്രാവുകളുടെ കാഷ്ടമടക്കം അവശിഷ്ടങ്ങളിലൂടെ ചില രോഗവാഹകർ പ്രചരിക്കുമെന്ന റിപ്പോർട്ട് കാലാകാലങ്ങളായി സർക്കാരിൻ്റെ പരിഗണനയിലുള്ളതാണ്. ശ്വാസകോശ രോഗങ്ങൾക്കാണ് പ്രധാനമായും രോഗാണുക്കൾ കാരണമാകുന്നത്. ഇതേ തുടർന്നാണ് കബൂത്തർ ഖാനകൾ അഥവാ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കാനുള്ള ഇടങ്ങൾ പൂട്ടാൻ കോർപ്പറേഷൻ തീരുമാനിച്ചത്. പക്ഷേ പക്ഷി സ്നേഹികളും ജൈനമതസ്ഥരും തീരുമാനത്തിനെതിരെ തിരിഞ്ഞു. ദാദറിന് മുന്നിൽ ടാർപോളിൻ ഷീറ്റിട്ട് മൂടിയ കബൂത്തർ ഖാന ബലം പ്രയോഗിച്ച് തുറന്നു. कबूतर को दाना मिलना चाहिए और पब्लिक आरोग्य का भी ध्यान रखना चाहिए, दोनों साथ में है, लेकिन कबूतर का दाना सबसे इम्पोर्टेंट है. രോഗസാധ്യതയുള്ളതിനെ എല്ലാം വിലക്കുമെങ്കിൽ പാൻ മസാലയും പുകയിലയും അടക്കമുള്ള വസ്തുക്കളെല്ലാം ആദ്യം വിലക്കണമെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. വർഷങ്ങളായി കബൂത്തർ ഖാനകൾ ഉണ്ട്. പ്രാവുകളെ കൊലയ്ക്ക് കൊടുക്കാനാവില്ലെന്നാണ് നിലപാട്. कितने बीड़ी सिगरेट से कितने कैंसर होते हैं, गुटखा खाने से कैंसर होता है, इसके ऊपर क्यों नहीं सरकार हमारी सोचती है. एक कबूतर आज से थोड़ी नहीं कोई आज पैदा हो क्या, हमने कोई पैदा किया, ये तो वर्षों से कितने सालों से आ रहे. പ്രതിഷേധം കനത്തതോടെ നിലപാട് മയപ്പെടുത്തുന്നുണ്ട് സർക്കാർ. ഏകപക്ഷീയമായി തീരുമാനം ഉണ്ടാവില്ലെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉറപ്പ് നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ കബൂത്തർ ഖാന വിവാദം രമ്യമായി പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ. ദാദറിലെ കബൂത്തർ ഖാനയ്ക്ക് മുന്നിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കൊല്ലം കൊട്ടാരക്കരയിൽ ലോറി പാഞ്ഞു കയറി 2 യുവതികൾക്ക് ദാരുണാന്ത്യം. ബസ് കാത്തുനിന്ന പനവേലി സ്വദേശികളായ സോണിയ, ശ്രീകുട്ടി എന്നിവരാണ് മരിച്ചത്. ഒരാളുടെ നില ഗുരുതരമാണ്. അപകടത്തിന് പിന്നാലെ ലോറി ഡ്രൈവറും ക്ലീനറും ഓടി രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. ആയൂരിൽ നിന്നും കൊട്ടാരക്കര ഭാഗത്തേക്ക് വന്ന ലോറിയാണ് നിയന്ത്രണം വിട്ട് ബസ് കാത്തു നിന്നവർക്കിടയിലേക്ക് പാഞ്ഞു കയറിയത്. പനവേലി സ്വദേശികളായ സോണിയ, ശ്രീകുട്ടി എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ വിജയനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ് അവിടുന്ന് വരുന്ന കണ്ടുകൊണ്ട് റോഡിൽ ഇറങ്ങിയെന്ന് കൈ കാണിക്കാൻ നിന്നപ്പോഴത്തേക്കാണ് ഈ പിക്കപ്പ് പോകാൻ വന്ന് 407 വണ്ടിയാണ് വന്ന് ഇടിച്ച് ഫ്രണ്ടിൽ കിടന്ന ഓട്ടോ ഇടിച്ച് തകർത്ത് പോയത്. ആംബുലൻസ് ഒക്കെ ആയിട്ട് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ആംബുലൻസ് കിട്ടിയത്. നമുക്ക് ഇതിനെ അടുത്ത് ഓട്ടോയ്ക്കകത്തോ കാറിലോ കയറ്റാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാം ഒടിഞ്ഞ് ചുരുങ്ങി കിടക്കുകയാണ്. അപകടത്തിന് പിന്നാലെ ലോറി ഡ്രൈവറും ക്ലീനറും ഓടി രക്ഷപ്പെട്ടു. ഇവർക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോലീസ് വിശദമായിട്ട് പഠിച്ചു വരികയാണ്. ഇതിന് ഇപ്പോൾ നടന്ന ആക്സിഡന്റിൽ പ്രോപ്പറായിട്ടുള്ള ലീഗൽ ആക്ഷൻ പോലീസ് എടുക്കുന്നുണ്ട്. ഉചിതമായ നടപടി എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുന്നുണ്ട്. കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സാണ് സോണിയ. ശ്രീകുട്ടി കൊട്ടാരക്കരയിലെ ബേക്കറി ജീവനക്കാരിയും. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. 24 കൊട്ടാരക്കര. കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഭർത്തൃവീട്ടിൽ യുവതി മരിച്ച സംഭവത്തിൽ അന്വേഷണം തുടങ്ങി പോലീസ്. ജസ്നയുടെ കുടുംബത്തിന്റെ പരാതിയിൽ ഫോറൻസിക് സംഘം ഇന്ന് പരിശോധന നടത്തും. മകളെ കൊലപ്പെടുത്തിയതാണെന്നും കുഞ്ഞിനെ വിട്ടു നൽകണമെന്നും ജസ്നയുടെ കുടുംബം 24നോട് പറഞ്ഞു. ജസ്നയുടെ ആത്മഹത്യാ കുറിപ്പ് പോലീസിന് ലഭിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് ജിസ്നയെ ബാലുശ്ശേരിയിലെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെ ആരോപണവുമായി ജിസ്നയുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു. ഭർത്തൃവീട്ടുകാർക്കെതിരായ ആരോപണം ഒന്നുകൂടി കടുപ്പിക്കുകയാണ് കുടുംബം. ഇവിടെ വന്ന് നിന്നിട്ട് പോയതിന് ശേഷം അമ്മച്ചി മിണ്ടിയിട്ടില്ല അവളോട്. എന്നാ പ്രശ്നം നോക്കും അറിയില്ല. പക്ഷേ ഇവിടുന്ന് ചെന്നതിന് ശേഷം ഓനും മിണ്ടിയിട്ടില്ല 2 ദിവസമായിട്ട്. പിന്നെ പെങ്ങള് മൂത്ത പെങ്ങളെന്തോ ചോദിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓളെ കൊന്നതാന്നാ പറയും. ഓളെ കൊന്നിട്ട് കെട്ടി തൂക്കിയതാ, വേറെ ഒന്നുമില്ല. ജിസ്നയുടെ 2.5 വയസ്സുള്ള മകനെ തിരികെ വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. SC/ST കമ്മീഷനും പരാതി നൽകും. ബാലുശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് ലഭിച്ചു. ജീവിതം എടുത്തെന്നും ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും മനസമാധാനമില്ലെന്നും കുറിപ്പിലുണ്ട്. 24 കണ്ണൂർ. മലപ്പുറം തിരൂരങ്ങാടിയിൽ 12കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിലായി. അസം സ്വദേശി ഐനൽ അലിയെയാണ് തിരൂരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ട്യൂഷൻ കഴിഞ്ഞ് വരികയായിരുന്ന പെൺകുട്ടിയെ ബലം പ്രയോഗിച്ച് സമീപത്തെ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. ക്രൂരകൃത്യത്തിന് ശ്രമിച്ച പ്രതി പോലീസിന്റെ വലയിൽ. അസം സ്വദേശി ഐനൽ അലിയെ ഇന്നലെ തന്നെ തിരൂരങ്ങാടി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്നലെ രാവിലെയാണ് നാടിനെ നടുക്കുന്ന സംഭവം നടന്നത്. ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞു വരികയായിരുന്ന 12 വയസ്സുകാരിക്ക് നേരെ പ്രതിയുടെ പീഡന ശ്രമം.
ഇടവഴിയിൽ വെച്ച് വാ പൊത്തിപ്പിടിച്ച് സമീപത്തെ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. കരാട്ടെ അഭ്യസിക്കുന്ന പെൺകുട്ടി വിദഗ്ധമായി കുതറിയോടി രക്ഷപ്പെട്ടു. നേരത്തെയും ഈ പെൺകുട്ടിയെ പ്രതി തുറിച്ചു നോക്കിയിരുന്നതായി പരാതിയുണ്ട്. ഐനൽ അലിയെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കും. 24 മലപ്പുറം. തൃശൂർ ചേലക്കര ആറ്റൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ വാഴക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്നാവശ്യം. ഇന്നലെ രാത്രി ബൈക്ക് യാത്രികനെ ഒറ്റയാൻ ആക്രമിച്ചതോടെ മേഖലയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. അതിനിടെ മൂന്നാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പടയപ്പ വ്യാപകമായി നാശനഷ്ടമുണ്ടാക്കി. ഇന്നലെ രാത്രി ആറ്റൂർ പാറപ്പുറത്ത് ഇടറോഡിലൂടെ വരികയായിരുന്ന അനീഷിന് നേരെയാണ് ഒറ്റയാൻ വാഴക്കൊമ്പൻ പാഞ്ഞെടുത്തത്. ബൈക്ക് ഉപേക്ഷിച്ച സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറിയാണ് അനീഷ് രക്ഷപ്പെട്ടത്. തുടർച്ചയായി 5-ാം ദിവസവും ആന ജനവാസ മേഖലയിൽ ഇറങ്ങിയതോടെ മയക്കുവെടി വെച്ച് ആനയെ പിടികൂടി മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ആന എന്നെ ഒരു 2 അടി മുമ്പൊക്കം വെച്ചാരണം ഞാൻ ബൈക്ക് അവിടെ ഇട്ടിട്ട് ഓടിയപ്പോൾ എൻ്റെ പിന്നാലെ വന്നു ബൈക്കിന് തള്ളി നീക്കുന്നു പോവുകയാണ് ചെയ്തത്. ഈ കാട്ടിൽ കയറ്റി വിടുന്നതല്ല ശാശ്വതം, ഈ കാട്ടിൽ നിന്ന് മാറ്റണം. ഇത് ഉൾക്കാടില്ല ഇവിടെ. ഇത് കഴിഞ്ഞാൽ ഇവിടുന്ന് വാഴാനി ഭാഗത്ത് പോയി ഇറങ്ങും, തോന്നൂർക്കര ഇറങ്ങും, മണ്ണാത്തിപ്പാറ അങ്ങനെയുള്ള ഭാഗങ്ങൾ മുഴുവൻ ഇറങ്ങും. ഇവിടെ കയറ്റി വിട്ടില്ല. ആനേനെ ഇവിടുന്ന് പിടിച്ചു കൊണ്ടുപോകണം. മയക്കുവെടി വെച്ച് പിടിച്ച് ഇവിടുന്ന് വേറെ കാട്ടിൽ കൊണ്ടുപോകണം. ചേലക്കര വാഴക്കോടും കാട്ടാനക്കൂട്ടം ഇറങ്ങി. ആതിരപ്പള്ളി കാലടി പ്ലാന്റേഷൻ തോട്ടിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. അതിനിടെ മൂന്നാറിൽ വീണ്ടും പടയപ്പ ഇറങ്ങി. ചെണ്ടുവാര എസ്റ്റേറ്റിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പത്തനംതിട്ട ചിറ്റാറിലും മറയൂർ കാന്തല്ലൂർ റോഡിലും കാട്ടാനക്കൂട്ടം ഇറങ്ങി. കാന്തല്ലൂരിൽ ഇറങ്ങിയ കാട്ടാന സർക്കാർ കെട്ടിടം തകർത്തു. വീടുകളിൽ നിർത്തിയിട്ടിരുന്ന കാറുകളും ആന ആക്രമിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. നാടിനെ ഭീതിയിലാഴ്ത്തി വീണ്ടും മലപ്പുറം മണ്ണാർമലയിൽ പുലി. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. പലതവണ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടും വനം വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. വളർത്തുമൃഗങ്ങൾ വിഹരിക്കുന്നത് പോലെയാണ് മണ്ണാർമല മാട് റോഡിൽ പുലി നടക്കുന്നത്. പലതവണയായി നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിയുന്നു. ഇന്നലെ രാത്രിയും ദൃശ്യങ്ങൾ പതിഞ്ഞു. ഒരു കൂട് സ്ഥാപിക്കുക മാത്രമാണ് വനം വകുപ്പ് ചെയ്തിരിക്കുന്നത്. എന്നാൽ പുലി നടക്കുന്നത് മറ്റു ഭാഗങ്ങളിലൂടെയും. ഗൗരവമായ ഇടപെടൽ ഇനിയെങ്കിലും വേണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. ഈ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മെമ്പറും അതുപോലെ ഞങ്ങളുടെ നാട്ടുകാരും മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ള എന്തിനാണ് ഇങ്ങനെ ഒരു വകുപ്പ് എന്നാണ്. കുറേ അവരുടെ കയ്യിൽ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും ജനങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നതിനാണ് നാട്ടുകാരായ ഞങ്ങളുടെ അഭിപ്രായം. പെരിന്തൽമണ്ണയ്ക്ക് തൊട്ടടുത്ത പ്രദേശമാണ് മണ്ണാർമല. അതുകൊണ്ട് തന്നെ 100 കണക്കിന് ആളുകൾ ഈ ബൈപ്പാസ് റോഡ് ഉപയോഗിക്കുന്നുണ്ട്. തീർത്തും ജനവാസ മേഖലയിലാണ് പുലി. 24 മലപ്പുറം. കർണാടക ധർമ്മസ്ഥലയിൽ ഇന്നത്തെ തെരച്ചിലിനായി മുൻ ശുചീകരണ തൊഴിലാളി ഇതുവരെ SIT ഓഫീസിൽ എത്തിയിട്ടില്ല. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സാക്ഷിയെ കൊണ്ടുവരാത്തത് എന്നാണ് സൂചന. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും ധർമ്മസ്ഥലയിൽ നിന്ന്. റഹീസ്, ഈ സാക്ഷിക്ക് നേരത്തെ തന്നെ സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം ചില മുൻകരുതലുകൾ സ്വീകരിക്കുന്നത് കൊണ്ടാണോ ഇന്നത്തെ തെരച്ചിലിന് സാക്ഷിയെ എത്തിക്കാത്തത്? വിജയകുമാർ, ഇന്നത്തെ തെരച്ചിലിനായി സാക്ഷി എത്തണമെന്ന് SIT ഇന്നലെ അറിയിച്ചിരുന്നു. അദ്ദേഹത്തിനോട് വരണ്ട എന്ന് SIT പറഞ്ഞിട്ടില്ല. കാരണം ഇന്ന് 13-ാം നമ്പർ സ്പോട്ടിലാണ് തെരച്ചിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ ഇത്തരത്തിൽ വലിയ പോലീസ് സന്നാഹം ഇപ്പോൾ തന്നെ ഉണ്ട്. രാവിലെയോടുകൂടി 10 മണിയോടുകൂടിയാണ് സാധാരണ ഇദ്ദേഹം ഈ തെരച്ചിലിനായി എത്തുക. സാധാരണ തെരച്ചിൽ കഴിഞ്ഞ് രാത്രി ഇദ്ദേഹത്തിന്റെ ഒരു വിശദമായ മൊഴിയെടുപ്പ് ഉണ്ടാകും. അതിനുശേഷം ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് ഇദ്ദേഹം പോവുകയാണ് പതിവ്. ഇന്ന് രാവിലെ അദ്ദേഹം രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് ഇവിടേക്ക് എത്തിയിട്ടില്ല. ഏതാണ്ട് 15 മിനിറ്റ് മുൻപ് വരെയും നമ്മൾ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ഇദ്ദേഹം എത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്. അതിന് ഇന്നലെ അവിടെ നടന്ന സംഘർഷം, അതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ഭീഷണിയുണ്ട് എന്ന് നേരത്തെ അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്നവർ പറഞ്ഞിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സാക്ഷി ഇതുവരെയും SIT ഓഫീസിൽ എത്താത്തത്. ബെൽത്തങ്ങാടിയിലേക്ക് അദ്ദേഹം ഇതുവരെയും വന്നിട്ടുമില്ല. അപ്പോൾ എന്തായാലും കനത്ത പോലീസ് സുരക്ഷയൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ശരി റഹീസ്, എന്തായാലും റഹീസ് സൂചിപ്പിച്ചതുപോലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കാം സാക്ഷി എത്താത്തത് എന്നാണ് സൂചന.